രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര ജനുവരി 29-ന് ബീഹാറിൽ പ്രവേശിക്കും. 3 ദിവസത്തിനുള്ളിൽ 4 ജില്ലകൾ ഉൾക്കൊള്ളുമെന്നും ഈ സമയത്ത് ഇന്ത്യ സഖ്യത്തിലെ പ്രമുഖ നേതാക്കൾ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുമെന്നും പാർട്ടി അറിയിച്ചു. പശ്ചിമ ബംഗാളിലെ സിലിഗുരിയിൽ നിന്ന് കിഷൻഗഞ്ച് ജില്ലയിലെത്തുമെന്നും പൊതുജനങ്ങളുമായി സംവദിച്ച ശേഷം രാത്രി യാത്ര തിരിക്കുമെന്നും ബീഹാർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആസ്ഥാനമായ ചരിത്രപ്രസിദ്ധമായ സദകത് ആശ്രമത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുതിർന്ന നേതാവും MLC-യുമായ പ്രേംചന്ദ്ര മിശ്ര പറഞ്ഞു. പൂർണ്ണയിൽ ഒരു വലിയ റാലി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ പോലുള്ള ഞങ്ങളുടെ സഖ്യകക്ഷികൾക്ക് ക്ഷണങ്ങൾ അയച്ചിട്ടുണ്ട്. അദ്ദേഹം പങ്കെടുക്കുമെന്ന് JDU പ്രസിഡന്റ് ഉറപ്പു നൽകുന്നു. തന്റെ പാർട്ടിയെ പ്രതിനിധീകരിക്കാൻ മുതിർന്ന നേതാവിനെ അയക്കുമെന്നും മിശ്ര പറഞ്ഞു. കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായ RJD നേതാവ് ലാലു പ്രസാദിന് ക്ഷണം നൽകിയിട്ടുണ്ട്. ജനുവരി 31-ന് ഷെഡ്യൂൾ ചെയ്ത പ്രകാരം പൂർണ്ണയിലെയോ കതിഹാറിലെയോ നടക്കുന്ന റാലിയിൽ പങ്കെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ പ്രസാദിനോടും അദ്ദേഹത്തിന്റെ മകൻ ബീഹാർ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവിനോടും ജനുവരി 29-30 തീയതികളിൽ പട്നയിലെ ഓഫീസിൽ ഹാജരാകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. CPIML ലിബറേഷൻ ജനറൽ സെക്രട്ടറി ദീപങ്കർ ഭട്ടാചാര്യയെ കൂടാതെ CPI-യുടെയും CPIM-ന്റെയും സംസ്ഥാന നേതാക്കളെ പോലുള്ള മറ്റ് സഖ്യ പങ്കാളികളെയും ക്ഷണിച്ചിട്ടുണ്ടെന്നും അവർ യാത്രയ്ക്ക് പിന്തുണ നൽകാൻ സമ്മതിച്ചിട്ടുണ്ടെന്നും മിശ്ര കൂട്ടിച്ചേർത്തു. ഫെബ്രുവരി 1-ന് പശ്ചിമ ബംഗാളിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധി അരാരിയ ജില്ലയിലും പ്രവേശിക്കുമെന്ന് യാത്രയുടെ മീഡിയ കമ്മിറ്റി ചെയർമാൻ കൂടിയായ മിശ്ര പറഞ്ഞു. ഇത് ബീഹാറിലെ യാത്രയുടെ ആദ്യ പാദമായിരിക്കും. യഥാസമയം ഷെഡ്യൂൾ പങ്കിടുന്ന രണ്ടാം പാദത്തിൽ യാത്ര തെക്കൻ ബീഹാർ ജില്ലകളായ ഔറംഗാബാദ്, കൈമൂർ, റോഹ്താസ് എന്നിവ ഉൾക്കൊള്ളും. സംസ്ഥാനത്തെ ജില്ലകളിൽ ആകെ 425 കിലോമീറ്റർ ദൂരമുണ്ടെന്നും മിശ്ര പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള ഈ യാത്രയ്ക്ക് ബീഹാറിൽ വളരെയധികം പൊതുജനാവേശമുണ്ടെന്നും സംസ്ഥാനത്തെ പാർട്ടിയുടെ വാർ റൂം മേധാവി കൂടിയായ അദ്ദേഹം അവകാശപ്പെട്ടു. അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിനെ തുടർന്ന് ആഘോഷങ്ങൾ നടക്കുന്ന ദിവസം അസമിലെ വൈഷ്ണവ സന്യാസിയായ ശ്രീമന്ത ശങ്കരദേവിന്റെ ജന്മസ്ഥലം സന്ദർശിക്കാൻ രാഹുൽ ഗാന്ധിയെ അനുവദിക്കാത്തതിൽ മിശ്ര അപലപിച്ചു. ഒരു പതിറ്റാണ്ട് മുമ്പ് കോൺഗ്രസ് വിട്ട് BJP-യിൽ ചേർന്ന അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ യാത്രയിലുള്ള പൊതുജന പങ്കാളിത്തം കേന്ദ്ര സർക്കാരിനെ തളർത്തുന്നതിനാൽ മുകളിൽ നിന്നുള്ള ഉത്തരവുകൾക്കനുസൃതമായി പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. BJP ഭരിക്കുന്ന സംസ്ഥാനത്തിലൂടെ യാത്ര കടന്നുപോകുമ്പോഴെല്ലാം തടസ്സങ്ങൾ നേരിടുകയാണ്. ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്താൻ കറുത്ത ബാഡ്ജ് ധരിച്ച് ഞങ്ങൾ പട്നയിൽ മാർച്ച് നടത്തുമെന്നും മിശ്ര കൂട്ടിച്ചേർത്തു.